ഇത് 10 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഗുഡ് പാരന്റ്സ് മേക്ക് എന്ന ബുക്കിന്റെ സമ്മറി വീഡിയോയുടെ പാർട്ട് 2 ആണ്. നിങ്ങൾ ഇൻ കേസ് പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് പോസ് ചെയ്ത് അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള 5 മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. പാർട്ട് 2 ബാക്കിയുള്ള 5 മിസ്റ്റേക്സിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മിസ്റ്റേക്ക് നമ്പർ 6, പ്ലാന്റിംഗ് മെന്റൽ മൈൻഡ്സ്. എല്ലാ പാരന്റ്സിനും അവരുടെ കുട്ടികൾക്ക് എല്ലാം ബെസ്റ്റ് ആയിട്ട് നൽകണം എന്നുണ്ടാകും. അതിനായിട്ട് നമ്മൾ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കും, അവരെ എൻകറേജ് ചെയ്യും, അവർക്ക് കുറെ അഡ്വൈസസ് ഒക്കെ കൊടുക്കും. സോ ദാറ്റ് കുട്ടികൾക്ക് ഈ ലോകത്ത് നല്ല സ്മൂത്ത് ആയിട്ട് ജീവിക്കാനുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ അത്ര പോസിറ്റീവ് അല്ലാത്ത കുറച്ച് ബിലീഫ്സ് കൂടിയിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് കുട്ടികളുടെ ഭാവി ജീവിതത്തെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ മെന്റൽ മൈൻഡ്സ് എന്നാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള 5 മെന്റൽ മൈൻഡ്സിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് നോക്കാം. മെന്റൽ മൈൻഡ് നമ്പർ 1, ഐ മസ്റ്റ് ബി ഗുഡ് അറ്റ് എവറിത്തിങ്. പാരന്റ്സ് കുട്ടികളിലെ ടാലന്റ്സ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പല എക്സ്ട്രാ ക്ലാസ്സസിലൊക്കെ വിട്ടിട്ട് അതൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കാറുണ്ട്. കുട്ടികൾ പലതും എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന നല്ല ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത നെഗറ്റീവ് കാര്യങ്ങൾ കുട്ടികളിൽ എത്താനായിട്ട് കാരണമാകുന്നു. കുട്ടികൾ അവരുടെ ബെസ്റ്റ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഐ മസ്റ്റ് ബി ഗുഡ് അറ്റ് എവറിത്തിങ് എന്ന ഒരു മിസ്റ്റേക്കൺ ബിലീഫ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇടയിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. സോ കുട്ടികൾക്ക് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് അവർക്ക് അതിൽ തിളങ്ങാൻ പറ്റാതാകുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമും കുറയുന്നു. മെന്റൽ മൈൻഡ് നമ്പർ 2, ഐ ആം മൈ അച്ചീവ്മെന്റ്സ്. ഇതും നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റഡ് ആണ്. പാരന്റ്സ് കുട്ടികൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ബെസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ച് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഞാൻ ബെസ്റ്റ് ആയാലേ എന്റെ പാരന്റ്സിന് എന്നെ ഇഷ്ടമാവുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമാവില്ല, അവർക്ക് വിഷമമാകും എന്നൊക്കെയുള്ള ബിലീഫ്സ് മനസ്സിൽ കയറിക്കൂടും. അത് മിക്കവാറും അവരുടെ പെർഫോമൻസ് കുറയുമ്പോൾ പാരന്റ്സ് സങ്കടവും ദേഷ്യവും ഒക്കെ കാണിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇറസ്പെക്ടീവ് ഓഫ് ദെയർ അച്ചീവ്മെന്റ്സ്, ദേ ആർ അവർ കിഡ്സ്. അത് മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് അൺകണ്ടീഷണൽ ആയിട്ട് ലവ് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയാൽ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. മെന്റൽ മൈൻഡ് നമ്പർ 3, നെഗറ്റീവ് ഇമോഷൻസ് ആർ ബാഡ്. ബോയ്സ് കരയാൻ പാടില്ല, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, ഇതിനൊക്കെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെയൊക്കെ കുട്ടികളോട് പറയുമ്പോൾ ദേഷ്യം, സങ്കടം, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ആണ്, അതൊക്കെ ബാഡ് ആണ് എന്നൊരു മെസ്സേജ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ വലുതാവുമ്പോൾ ഇതെല്ലാം അടക്കി വെക്കാനായിട്ട് നോക്കുന്നു. ഭാവിയിൽ ഒരു അഡൾട്ട് ആയാലും അവർക്ക് ഇമോഷൻസ് പ്രോപ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ പാടുപെടും. ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതെല്ലാമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മെന്റൽ മൈൻഡ് നമ്പർ 4, എവരിവൺ മസ്റ്റ് ലൈക്ക് മീ. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പാരന്റ്സ്, ടീച്ചേഴ്സ്, മറ്റു മുതിർന്നവർ പറയുന്നതൊക്കെ കേൾക്കുക, അതുപോലെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ അനുസരിച്ച് പോവുക, എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, നല്ല കുട്ടികൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. ഈ മെസ്സേജസ് ഒക്കെ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് പാസ് ചെയ്യുന്നു. ഇത് പ്രത്യക്ഷത്തിൽ ഒരു നല്ല മെസ്സേജായി തോന്നിയാലും ഇങ്ങനെ അവർ എല്ലാവരുടെ അടുത്തും നന്നായി പോകാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ പീപ്പിൾ പ്ലീസർ ആകാനുള്ള ഒരു റോങ് മെസ്സേജ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് നോക്കേണ്ടത്. കോൺഫ്ലിക്ട്സ് വരാം, അത് നാച്ചുറൽ ആണ്. ഇൻ കേസ് കോൺഫ്ലിക്ട്സ് വന്നാൽ മറ്റുള്ളവരുടെ വ്യൂസ് പേഷ്യന്റ് ആയിട്ട് കേൾക്കുന്നതും ഇൻ കേസ് നമ്മളുടെ വ്യൂസ് ഓർ ഒപ്പീനിയൻസ് കറക്റ്റ് ആയി തോന്നിയാൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പഠിപ്പിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികളെ പിടിച്ചിരുത്തി ലെക്ചർ അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവരുടെ തലയിൽ കയറില്ല. ഗിവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ്. പാരന്റ്സ് എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ലെറ്റ് ദം പോയിന്റ് ഔട്ട്. അവർക്ക് അതിനുള്ള ചാൻസ് കൊടുക്കുക. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഓക്കെ സോറി, ഞാൻ ചെയ്തത് റോങ് ആയി എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യുക. പകരം ഞാൻ നിന്റെ പാരന്റ് ആണ്, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീലിംഗ്സ് ആൻഡ് ഇൻസ്റ്റിങ്സിനോടൊക്കെ സെൽഫ് ഡൗട്ട് തോന്നാനായിട്ട് തുടങ്ങും. മെന്റൽ മൈൻഡ് നമ്പർ 5, ഇറ്റ് ഈസ് റോങ് ടു മേക്ക് മിസ്റ്റേക്സ് ഓർ ആസ്ക് ഫോർ ഹെൽപ്പ്. കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അവരെ വഴക്ക് പറയുന്നതും അവരെ ഓരോന്നും പറഞ്ഞ് ചെറുതാക്കുന്നതുമല്ല. മിസ്റ്റേക്സ് എന്നത് റോങ് ആണ്, ഞാനത് ചെയ്യാനേ പാടില്ല എന്നൊരു തോന്നലാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങാനും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പാരന്റ്സിൽ നിന്ന് അത് ഹൈഡ് ചെയ്യാനായിട്ട് നോക്കും. ഓർ ഞാൻ ഇങ്ങനെ എപ്പോഴും മിസ്റ്റേക്സ് ചെയ്യും എന്നൊക്കെ സെൽഫ് ബ്ലെയിം ചെയ്യും. മിസ്റ്റേക്സ് എന്നത് നാച്ചുറൽ ആണ്, അത് അഡൾട്ട്സിനും സംഭവിക്കാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അത് ഭാവിയിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വഴക്ക് പറയുന്നതിന് പകരം. ഓൾസോ എല്ലാ പണികളും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കുന്നതും ഓക്കെ ആണ് എന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള വഴികൾ അവർ കണ്ടുപിടിക്കും. മിസ്റ്റേക്ക് നമ്പർ 7, യൂസിങ് ഡിസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ. കുഞ്ഞു കുട്ടികൾ മുതൽ ടീനേജേഴ്സിന് വരെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ പാരന്റ്സിന് വരും. അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ തകർക്കാനായിട്ട് അത്
കാരണമാകും. പാരന്റ്സ് ട്രൈ ചെയ്യുന്ന ഡിസിപ്ലിൻ മെത്തേഡ് റോങ് ആകാനുള്ള ഒരു കാരണമാണ് റോങ് ടൈമിൽ ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കുട്ടിയോട് ഒരു ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു, ബട്ട് പാരന്റ്സ് അവരുടെ പണികളൊക്കെ തീർത്തിട്ട് ടയേർഡ് ആയിട്ട് വന്ന് നോക്കുമ്പോൾ കുട്ടികൾ ഏൽപ്പിച്ച പണി ചെയ്തില്ലെങ്കിൽ പാരന്റ്സ് സ്വാഭാവികമായും പൊട്ടിത്തെറിക്കും. അവരെ വഴക്ക് പറയും, പണിഷ്മെന്റ്സ് കൊടുക്കാനായിട്ട് നോക്കും. ഇൻ കേസ് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവര് തിരിച്ച് ആർഗ്യൂ ചെയ്യാനായിട്ട് നിൽക്കും. അങ്ങനെ സിറ്റുവേഷൻ ഭയങ്കര വഷളാകും. അതിന് പകരം നിങ്ങളുടെ അതൃപ്തി അറിയിക്കുക, നിങ്ങളുടെ ഫീലിംഗ്സ് ഇപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഐ നീഡ് സം ടൈം ടു കാം ഡൗൺ, ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇമോഷണലി വോളറ്റൈൽ അല്ലാത്ത ഒരു സമയത്ത് കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ചില പാരന്റ്സിന്റെ ഡിസിപ്ലിൻ മെത്തേഡ് ഡിസ്ട്രക്റ്റീവ് ആകാനുള്ള മറ്റൊരു കാരണമാണ് നെയിം കോളിംഗ് ദ ചൈൽഡ്. കുട്ടികളുടെ ബിഹേവിയേഴ്സ് മോശമാകുമ്പോൾ അവരെ ഒരിക്കലും നെയിം കോൾ ചെയ്യാതിരിക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നീ ഒരു മടിയനാണ്, ഒരു സ്റ്റുപ്പിഡ് ആണ്, ഒരു കാര്യം അറിയില്ല, വിവരമില്ലാത്തവനാണ്, എക്സെട്ര എക്സെട്ര. ഇങ്ങനെയുള്ള രീതിയിലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതൊക്കെ അവരുടെ മനസ്സിൽ അങ്ങ് കിടക്കും. അത് ലൈഫിലെ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും അവർക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്നു. അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടും കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നോക്കാതിരിക്കുക. സോ ഡിസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ ചെയ്യാതിരിക്കാനായിട്ടുള്ള കുറച്ച് സൊല്യൂഷൻ ആണ് ഇമോഷണലി വോളറ്റൈൽ അല്ലാത്ത സമയങ്ങളിൽ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നോക്കുക, നെയിം കോൾ ചെയ്യാതിരിക്കാൻ നോക്കുക, പകരം കുട്ടികൾക്ക് ചോയ്സസ് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ഡിസിപ്ലിൻ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പാരന്റ്സ് ആഗ്രഹിച്ച കാര്യങ്ങൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആകരുത്. മറിച്ച് കുട്ടികൾ വളർന്നു വന്ന് ഈ ലോകത്തില് മറ്റാളുകളുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കറക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അപ്പം ഈ സമയത്ത് ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്ന കാര്യത്തിൽ അധികം ഫോക്കസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മിസ്റ്റേക്ക് നമ്പർ 8, ഓവർലുക്കിംഗ് സ്പെഷ്യൽ നീഡ്സ്. ഈ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഇടയിലെ ചില പാരന്റ്സ് ചെയ്യാറുള്ളതാണ്. അതായത് തങ്ങളുടെ കുട്ടിക്ക് ഇൻ കേസ് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുണ്ടെങ്കിൽ അതത്ര കാര്യമാക്കാതെ ഇഗ്നോർ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ഓരോ കുട്ടികൾ പഠിക്കുന്നത്, ഓരോ മൈൽ സ്റ്റോൺസ് എത്തുന്നത്, ബിഹേവ് ചെയ്യുന്നത് ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ചില കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് വേണ്ടി വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, ഡിസ്ലെക്സിയ പോലുള്ള എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ്, ADHD, ഓട്ടിസം, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളുടെ പോലത്തെ കെയറിംഗ് ആൻഡ് ലേണിംഗ് മെത്തേഡ്സ് വർക്ക്ഔട്ട് ആകില്ല. അവർക്ക് സ്യൂട്ട് ആവുന്ന മെത്തേഡിലൂടെ തന്നെ പോകണം. അതിന് ഫസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്യണം. അതാണ് മിക്ക പാരന്റ്സ് ഐദർ ചെയ്യാത്തതും ഓർ ഡിലേ ചെയ്യാറുള്ളതും. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് അവയർനെസ് ഇല്ലാത്തത്, രണ്ടാമത്തത് അക്സെപ്റ്റൻസ് മൈൻഡ് ഇല്ലാത്തത്. മിക്കപ്പോഴും പാരന്റ്സ് എന്റെ കുട്ടി ഇത്തിരി ഷൈ ആണ്, അവൾ ആരുടെ കൂടെ അത്ര മിങ്കിൾ ചെയ്യില്ല, ഓർ എന്റെ കുട്ടി ഒരിടത്ത് അങ്ങ് അടങ്ങി ഇരിക്കുകയില്ല, ഒരേ ചാട്ടോ ഓട്ടൊക്കെയാണ് എന്നൊക്കെ പറയും. ഓർ എന്റെ കുട്ടി ഇത്തിരി പഠിക്കാൻ പുറകിലോട്ടാ, എന്ത് ചെയ്യാനാ, ഒന്നിത്തിരി ഇരുന്ന് പഠിച്ചാലല്ലേ എന്നൊക്കെ. ഈ പറയുന്ന ബിഹേവിയേഴ്സ് ഒക്കെ കുട്ടികളിൽ കോമൺ ആണെങ്കിലും അവർ വളർന്നു വരുമ്പോൾ അതൊക്കെ ഇംപ്രൂവ് ആകാറുണ്ട്. പക്ഷെ കുറെ വർഷമായിട്ട് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു, ഏജിന്റേതായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഒന്നും കണ്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ടു ചെക്ക് വിത്ത് ഡോക്ടേഴ്സ്. ചിലപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ ക്ലിയർ ആകും. ഇൻ കേസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ വെച്ച് തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ടും പറ്റും. ഇത് മിക്കവരും ചെയ്യാത്തത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മൈൻഡും ഇല്ല. പോട്ടെ, എന്റെ കുട്ടി ഇങ്ങനെ എല്ലാം പതുക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിരിക്കരുത്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അതാത് രീതിയിലെ കെയർ ആൻഡ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവരുടെ ഷൂസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബട്ട് പുറത്തുനിന്ന് കാണുന്ന പാരന്റ്സ് ഓർ ടീച്ചേഴ്സിന് ആ കുട്ടി ഒന്നും ചെയ്യാത്ത പോലെ തോന്നും. എന്നിട്ട് പാരന്റ്സ് ഓർ ടീച്ചേഴ്സിന്റെ ചെറിയൊരു പുഷ് പോലും ആ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അത് ഫ്രസ്ട്രേഷനിൽ അവസാനിക്കുന്നു. സോ ഇൻ കേസ് കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുണ്ടെങ്കിൽ പാരന്റ്സ് അത് ചെറുതായിട്ട് കാണാതെ ശ്രദ്ധിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് ചെക്ക് ചെയ്യുക ഓർ പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് ഒക്കെ എടുക്കുക. ഇതില് യാതൊരുവിധ കുറച്ചിലും മനസ്സിൽ തോന്നേണ്ട കാര്യമില്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ. മിസ്റ്റേക്ക് നമ്പർ 9, റിക്വയറിംഗ് ചിൽഡ്രൻ ടു മിസ്ബിഹേവ്. എല്ലാ കുട്ടികൾക്കും പാരന്റ്സിന്റെ അറ്റൻഷൻ വേണം. അതെല്ലാ പാരന്റ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ പാരന്റ്സിൽ നിന്നും പോസിറ്റീവ് അറ്റൻഷൻ കിട്ടാനായിട്ട് കൊതിച്ചിരിക്കും. അത് കിട്ടാതാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അറ്റൻഷൻ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി ലൈഫ് ബിസി ആകുമ്പോൾ പാരന്റ്സ് കുട്ടികളുടെ നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് മറക്കുന്നു. അതിനു പകരം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഫുൾ അറ്റൻഷൻ കൊടുക്കുന്നു. അത് മിക്കവാറും ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കും. ഇൻ എഫക്ട് പാരന്റൽ അറ്റൻഷൻ നേടിയെടുക്കാൻ കുട്ടികൾക്ക് എന്തെങ്കിലും അലമ്പ് കാണിച്ചാലേ വഴിയുള്ളൂ എന്നൊരു അവസ്ഥ
വരുന്നു. ഇതിനുള്ള സൊല്യൂഷൻ ആണ് കുട്ടികളുടെ ഗുഡ് ബിഹേവിയേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യുക. അത് എത്ര തന്നെ ചെറുതാണെങ്കിലും ജസ്റ്റ് ഡു ഇറ്റ്. ഗുഡ് ജോബ് എന്ന് ജസ്റ്റ് ജനറിക് ആയിട്ട് മാത്രം പറയാതെ സ്പെസിഫിക് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നീ നിന്റെ അനിയത്തിക്ക് ടോയ്സ് ഷെയർ ചെയ്തത് നല്ല കാര്യമാണ്, അതുപോലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ബാഗ് ഒക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ചു, അത് നന്നായിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് മാത്രം. ഇതുപോലെ കുട്ടികൾ എന്തെങ്കിലും ഒരു റോങ് കാര്യം കണ്ടിന്യൂസ് ആയി ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കാര്യമായി റിലേറ്റ് ചെയ്ത് അവർ എപ്പോഴെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ ആണ്, ഇൻ കേസ് കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാഗും ഷൂസും ഒക്കെ അവിടെ ഇവിടെയും വലിച്ചിടുവാണെങ്കിൽ ബാഗും ഷൂസും ഒക്കെ അവിടെ ഇവിടെ ഇടല്ലേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ദിവസം ഷൂസ് അറ്റ്ലീസ്റ്റ് ഷൂ റാക്കിന്റെ അടുത്ത് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. കുട്ടികള് പാരന്റൽ അറ്റൻഷൻ പ്രതീക്ഷിക്കും. പോസിറ്റീവ് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പാരന്റ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് കുട്ടികൾ നോക്കും. മിസ്റ്റേക്ക് നമ്പർ 10, ഫോർഗെറ്റിംഗ് ടു ഹാവ് ഫൺ. പാരന്റ്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ മറക്കും. ജീവിക്കാനായിട്ട് ജോലി, റെന്റ്, EMI, ബിൽസ് എന്നൊക്കെ പറഞ്ഞ നെട്ടോട്ടം ഓടുമ്പോൾ പലപ്പോഴും നമ്മൾ ശരിക്കും ജീവിക്കാനായിട്ട് മറക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ദേ ക്യാൻ റിമൈൻഡ് us how to live in the moment. കുട്ടികള് ഒരു മാസം മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്തോണ്ടേ ഇരിക്കില്ല. അതുപോലെ അടുത്ത ആഴ്ച എന്ത് നടക്കുമെന്ന് ആലോചിച്ച് ആവലാതിപ്പെടാറില്ല. അവർ എല്ലാ ദിവസവും എക്സ്പ്ലോർ ചെയ്യുന്നു. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഫുൾ ആയിട്ട് ജീവിക്കുന്നു. ഇത് കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ഇതിന് സിമ്പിൾ ആയിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കൂടെ ചിലവഴിക്കുന്ന സമയം ഫുൾ ആയിട്ട് പ്രസന്റ് ആകുക. കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ ഓഫീസിൽ നടന്ന കാര്യങ്ങള്, അടുത്ത മാസത്തെ ഫിനാൻഷ്യൽ പ്ലാൻസ്, ഇതിലോട്ടൊക്കെ ചിന്ത പോകുന്നത് ഈസിയാണ്. പക്ഷെ പേർപ്പസ്ഫുള്ളി അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. കുട്ടികളെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് അവർക്ക് മനസ്സിൽ തോന്നും. നേരെ മറിച്ച് ഫുള്ളി പ്രസന്റ് ആയി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവുന്നതിനോടൊപ്പം നമ്മളെയും ഹാപ്പി ആക്കും. ഓക്കെ, അപ്പൊ ഈ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് പാഠങ്ങളാണ്. ഫസ്റ്റ്, പാരന്റിങ് എന്നത് ഒരു പാസീവ് പ്രോസസ് അല്ല, അതൊരു ഹൈ പ്രയോറിറ്റി ടാസ്ക് ആണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കുട്ടികളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. പാരന്റ്സ് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ് ആണ്. പക്ഷേ അവരോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും മെന്റൽ മൈൻഡ്സ് അവരുടെ മനസ്സിൽ വളരാതിരിക്കാനും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള എൻവയറമെന്റ് ഒരുക്കി കൊടുക്കാനും ഒക്കെ മറക്കാതിരിക്കുക. അതുപോലെ കുട്ടികൾ വളർന്ന് ടീൻസ് ആകുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആകാനുള്ള ചാൻസ് കൊടുത്തിട്ട് ആവശ്യമുള്ളപ്പോൾ അവൈലബിൾ ആവുന്ന ഒരു ഗൈഡ് പോലെ ആവുക. ടീച്ചർ റോളൊക്കെ അപ്പം മാറ്റാം. ബോട്ടം ലൈൻ ഇസ് ചൂസ് ടു മേക്ക് പാരന്റിംഗ് എ പ്രയോറിറ്റി, ബി ആക്റ്റീവ് ഇൻ യുവർ ചൈൽഡ്സ് ലൈഫ്, ടീച്ച് പോസിറ്റീവ് ലെസൺസ് വിത്ത് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, ലേൺ ഫ്രം യുവർ ചിൽഡ്രൻ, ഹാവ് ഫൺ. റിമെമ്പർ, being a parent is not something you are, it's something you do. Happy parenting and മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.